ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മിൽക്ക് കേക്കാണ്. ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരു പീസിന് തന്നെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാമെന്ന്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട്. ഇത് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്രയും തിക്കാക്കിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ലൂസായി കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനായിട്ട് ഒരു മിൽക്കാണ് ആവശ്യം. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്, വെള്ളമൊന്നും ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇനി മധുരത്തിനായിട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. അതൊരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഈ ഒരു പാല് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. വെറ്റാക്കുന്ന മാത്രമല്ല, അത് ഫുള്ളായിട്ട് ഒഴിക്കാനും ഉള്ള പാലാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ 1.5 കപ്പോളം എടുത്തിട്ടുണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കേക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കേക്കൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ 1/4 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് നന്നായി പിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ്. ഞാൻ മുമ്പേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ കേക്കാണ്. അപ്പോൾ ഇത് വനില സ്പോഞ്ച് കേക്കാണ്. അതിലോട്ട് ഞാൻ കുറച്ച് ബദാം പൗഡറൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചത് ഒരു കേക്കാണ് കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഒരുപാട് വീഡിയോയിൽ ഞാനത് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ചിട്ട് കാണിക്കാത്തത്. അപ്പോൾ അത് നമ്മൾ പാത്രത്തിൽ ഒന്ന് സെറ്റാക്കി വെക്കാം. കുറച്ച് കുഴിയുള്ള പാത്രമാണ് നമുക്കിതിന് നല്ലത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്രീമൊക്കെ ചേർക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പാല് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ബദാം പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ കേക്കിൻ്റെ കളർ ഇങ്ങനെ. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന വനില സ്പോഞ്ച് കേക്കിലോട്ട് കുറച്ച് ബദാം പൗഡറും കൂടി ഇട്ട് മിക്സ് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാലുണ്ടല്ലോ, അത് പകുതിയിലധികവും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം കുതിർന്ന് നിൽക്കുന്ന പോലെ ആവണം കേട്ടോ. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് നല്ല വെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈസിയാണ്. ഇത്രയേ ഉള്ളൂ പണി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഈ ക്രീം ലെവലാക്കി എടുക്കണം. ഈ പാത്രത്തിൻ്റെ ലെവലാക്കി എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കണം എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗമെല്ലാം ഒന്ന് നീറ്റാക്കിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ആ ഒരു ഇതിൽ തന്നെ ഞാനിത് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഹാഫ് ആക്കിയ ശേഷം അതിനെ വീണ്ടും ഒന്ന് ഇതുപോലെ ക്രോസ് ചെയ്യാം. പിന്നെ വീണ്ടും ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കിത് ഞാനിവിടെ ജസ്റ്റ് ലൈൻ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്ട്രോബെറിയാണ് ഇതിലേക്ക് മെയിനായിട്ട് വെക്കുന്നത്. സ്ട്രോബെറി ഹാഫാക്കിയിട്ട് അത് വെക്കാം. ഇനി അതിൻ്റെ നടുഭാഗത്തായിട്ട് മുന്തിരിയാണ് കേട്ടോ വെക്കുന്നത്, കറുത്ത മുന്തിരി. അപ്പോൾ ഇതെല്ലാം ശരിക്കും വെക്കേണ്ടത് ബെറീസാണ് കേട്ടോ, ബ്ലാക്ക് ബെറിയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഉണക്ക മുന്തിരിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമുക്ക് വീട്ടിലാകുമ്പോൾ ഇതുപോലെ വെച്ചാൽ മതി, വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ. അപ്പോൾ ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നല്ല തണുപ്പിച്ചിട്ടാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു പീസ് ഈ ഒരു പാത്രത്തിലേക്കിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പാലിൻ്റെ ക്രീമുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് സംഭവം സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെ. വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന പോലെയാണ്. ഈ ഒരു ക്രീമിൽ കുതിർന്ന് നിന്നിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിൽ ഒരുപാട് ഡെക്കറേഷൻ ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല കളർഫുള്ളായിട്ടുള്ള കേക്കാണ് കേട്ടോ. കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലുള്ള ഈ സ്ട്രോബെറിക്ക് വലിയ മധുരമൊന്നും ഇല്ലാത്ത പുളിയുള്ള സ്ട്രോബെറിയാണ്. നമ്മളതങ്ങനെ വെച്ചതുകൊണ്ട് വേവിച്ച് വെച്ചതല്ല കേട്ടോ. പിന്നെ ഇന്ന് ഞാനിവിടെ മുന്തിരിയാണ് ഉപയോഗിച്ചതുകൊണ്ട് അതിന് നല്ലൊരു സ്വീറ്റും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.